ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് 4 മണിക്ക് പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. ഒരു പാക്കറ്റ് അമൃതം പൊടിയും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളൊരു പാക്കറ്റ് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇതിൽ ആവശ്യമായ ഉപ്പ്, ഒരു പിഞ്ചുപ്പ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, ചിരകിയിട്ട് അത് മുഴുവനായിട്ട് ഇടുന്നുണ്ട്. അപ്പം എന്നിട്ട് ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൂട്ടി യോജിപ്പിച്ച് ബോൾസായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയായിട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തു. എല്ലാം പാടെ ഒന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ എല്ലാം പാടെ ഒന്ന് കൈകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. കൈകൊണ്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമായി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം, അത് നമുക്ക് അതിൻ്റെ ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അമൃതം പൊടി കുറുക്കല്ലാണ്ട് ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്ക് നമ്മളൊരു ബോളാക്കില്ലേ, അതുപോലെ ബോളാക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഉപ്പും തേങ്ങയും പിന്നെ അമൃതം പൊടിയും അതല്ലാണ്ട് നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഭൂരിഭാഗം പേർക്കും ഇതിനെപ്പറ്റി അറിവ് ഉണ്ടാവും. എന്നാലും ഇതിനെപ്പറ്റി അറിവില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോളാക്കി എടുക്കാം. ചെറിയ ബോളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലിപ്പം കൂടിയാൽ നമുക്ക് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും, മടുപ്പ് തോന്നും. ചെറിയ നമ്മൾ ഈ ചെറിയ ലഡ്ഡു ഇല്ലേ, അതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണെങ്കിൽ നന്നാവും. ഇതുപോലെ നമുക്ക് ഓരോന്നും ബോളാക്കി എടുക്കാം. ഇതുണ്ട്, ഇത് ലാസ്റ്റത്തെ ഒരു ബോളാണ്. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്. അത് കുറച്ച് പൊടി മിച്ചം വന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റും കൊണ്ട് ഒരു വലിയ ബോൾ തന്നെ ആക്കി. ഇനി നമുക്ക് ഒരു പാക്കറ്റും കൊണ്ട് ഏകദേശം ഇത്ര ബോൾസ് കിട്ടും കേട്ടോ. ഒരു 26-27 എണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ ബോൾസ്. അതായത് ഒരുപാട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. കുറച്ച് ഉപ്പ് കൂടിയും ചേർക്കണം കേട്ടോ. അതാണ് പറഞ്ഞ, ഉപ്പ് ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇതുപോലുള്ളൊരു പാത്രത്തിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതിനധികം വേവൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ആവിയിൽ വെച്ച് ഉണ്ടാക്കുന്ന പലഹാരമായതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് കഴിക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം ഇത് ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ അപ്പോൾ നമ്മുടെ അമൃതം പൊടിയും കൊണ്ടൊരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.